ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന UDF ജില്ലയിലെ ജനങ്ങൾക്ക് ബാധ്യതയായി മാറുന്നുവെന്ന് CPIM ഇടുക്കി ജില്ലാ കമ്മിറ്റി. പത്രത്താളുകളിലൂടെ പ്രസ്താവന വീരന്മാരായി മാറുകയും ബഹിഷ്കരണം കലയാക്കുകയും ചെയ്യുന്നതാണ് UDFന്റെ ഇപ്പോഴത്തെ രീതിയെന്ന് CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് മന്ത്രിമാരായ P പ്രസാദും റോഷി അഗസ്റ്റിനും ഉന്നത ഉദ്യോഗസ്ഥരും ഇടുക്കി ജില്ലയിലെ വരൾച്ചാബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചത്. ഈ സന്ദർശനത്തിലോ കട്ടപ്പനയിൽ നടന്ന അവലോകന യോഗത്തിലോ ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് അടക്കമുള്ള UDF ജനപ്രതിനിധികളാരും പങ്കെടുത്തില്ല. ഇതിൽ നിന്ന് വിട്ടുനിന്നതിന് ശേഷം ഡീൻ കുര്യാക്കോസ് മന്ത്രിയുടെ സന്ദർശനം പ്രഹസനമാണെന്ന് പ്രസ്താവന നടത്തി. ഇതിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് CPIM ഇടുക്കി ജില്ലാ കമ്മിറ്റി രംഗത്ത് വന്നിരിക്കുന്നത്. പൊതുവെ UDF നേതൃത്വം എടുക്കുന്ന നിലപാട് ബഹിഷ്കരണത്തിൻ്റെ രാഷ്ട്രീയമാണ് കൈകാര്യം. അവർ വികസന പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും പദ്ധതി ആവിഷ്കരിച്ചാൽ അത് ബഹിഷ്കരിക്കും. അങ്ങനെ ബഹിഷ്കരണം എന്ന രോഗത്തിന് അടിമയായിട്ടുള്ള UDF നേതൃത്വം രാഷ്ട്രീയ സമീപനത്തിന്റെ ഭാഗമായി ഇത്തരം പ്രശ്നങ്ങളെ കാണുന്നത് ഈ ജില്ലയ്ക്ക് ശാപമാണ്. തീർച്ചയായും ഇടുക്കി ജില്ലയിലെ കൃഷിമന്ത്രിയുടെയും ജലവകുപ്പ് മന്ത്രിയുടെയും സന്ദർശനം വലിയ പ്രതീക്ഷയാണ് ജില്ലയിൽ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ഏലം കർഷകർ കടുത്ത പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ സ്പൈസസ് ബോർഡ് അംഗത്വം രാജിവെച്ച് ഒളിച്ചോടിയ MPയിൽ നിന്ന് ഇതിനപ്പുറമൊന്നും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല എന്ന് CV വർഗീസ് പറഞ്ഞു. കേന്ദ്രത്തോട് ഒന്നും ആവശ്യപ്പെടാനുള്ള ധൈര്യക്കുറവ് കൊണ്ടാണ് സംസ്ഥാന സർക്കാരിൽ പഴിചാരി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. ജനാധിപത്യത്തിൽ ഉയർന്നുവരുന്ന അവസരങ്ങളെ ഉപയോഗിക്കാതെ UDF സ്വീകരിച്ചു വരുന്ന ബഹിഷ്കരണ നയം അവർക്കു തന്നെ തിരിച്ചടിയാകും എന്ന വിലയിരുത്തലിലാണ് CPIM. കൈരളി ന്യൂസ്, ഇടുക്കി.